എൻ്റെ ഒരു കൺസൾട്ടിങ് എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ള ചില പേഷ്യൻസ് അവർക്കൊരു കേൾവിക്കുറവുള്ളതായിട്ടേ അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത ചില പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് ഓക്കെ അവർക്ക് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് വെച്ചുകൊണ്ട് നടക്കാനൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയത്. പക്ഷേ ഞാനത് കുറച്ചുകൂടെ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം മനസ്സിലാക്കിയത്. കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് ഹിയറിംഗ് എയ്ഡ് വച്ചതിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ അവർക്ക് ഫേസ് ചെയ്യാൻ പേടിയാണ്. ഫോർ എക്സാമ്പിൾ ഹിയറിംഗ് എയ്ഡ് വെച്ചതിന് ശേഷം ഒരാൾ ഓക്കെ ഹിയറിംഗ് എയ്ഡ് വെച്ച ആള് എന്ന് പുറമെയുള്ള ആളുകൾ അവർ അക്നോളജ് ചെയ്യുമോ, അല്ലെങ്കിൽ ഓക്കെ അവർ പ്രായമായതുകൊണ്ടാണ് അവർ ഹിയറിംഗ് എയ്ഡ് വെച്ചിരിക്കുന്നത്, വയസ്സായതുകൊണ്ടാണ്, ആ ഒരു രീതിയിൽ അവരെ നോക്കിയാണോ, ഇതെല്ലാം അവരുടെ ഒരു കുറവായിട്ട് ആളുകൾ ശ്രദ്ധിക്കുമോ, ആ ഒരു പേടി കാരണമാണ് മിക്ക ആളുകളും ആ ഒരു റീഹാബിലിറ്റേഷൻ മെത്തേഡ് നെഗ്ലക്ട് ചെയ്ത് പോകുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡിലോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല, നമ്മുടെ അച്ഛനോ അമ്മയോ അങ്ങനെ നെഗ്ലക്ട് ചെയ്ത് ഡിഫെൻസീവായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളൊരു ആ ഒരു ഡീപ്പർ റീസൺ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ളൊരു എളുപ്പ വഴി അവരുമായിട്ട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുടെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ആ ഒരു പേടിയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ സിമ്പിൾ, ഇപ്പോൾ നമുക്ക് കേൾവിയോ കാഴ്ചയോ ഒക്കെ കാരണം നമുക്കൊരു ബുദ്ധിമുട്ടുമായിരുന്നു. അപ്പം നമ്മളത് ആ ഒരു ബുദ്ധിമുട്ട് നമ്മളെ കൺട്രോളിലാക്കുന്നതിന് മുൻപേ നമ്മൾ ആ ഒരു പ്രശ്നങ്ങളെ നമ്മുടെ പരിധിയിൽ നമ്മുടെ കൺട്രോളിലാക്കുക എന്നതാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ്, ഈ ഒരു റീഹാബിലിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യം ആദ്യം മനസ്സിലാക്കുക. സോ ഞാൻ ഇതെവിടെയോ വായിച്ചൊരു ഇതാണ്, ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത് കുട പോലെയാണ്. നമ്മളിപ്പം മഴയത്ത് കുട പിടിക്കുന്നു, നമ്മൾ കുട പിടിച്ചാലും മഴ പെയ്തുകൊണ്ടേയിരിക്കും, പക്ഷേ നമുക്ക് നനയാണ്ടിരിക്കാൻ ആ കുട സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ ഹിയറിംഗ് എയ്ഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഹിയറിംഗ് എയ്ഡ് വെച്ചതുകൊണ്ട് നമ്മൾ നനഞ്ഞത് ഓൾറെഡി നനഞ്ഞു, നമുക്കുണ്ടായ കേൾവി കുറവ് ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. പക്ഷേ ആ ഒരു കേൾവിക്കുറവ് കാരണം വന്ന ബുദ്ധിമുട്ട്, ഫോർ എക്സാമ്പിൾ ആ ഒരു ലിസൺ ചെയ്യാനുള്ള സ്ട്രെസ്, സ്ട്രെയിൻ, അല്ലെങ്കിൽ ആ ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതൊരു കുറവല്ല, മറിച്ച് നമുക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളെ അത് നമ്മൾ നമ്മുടെ കൺട്രോളിൽ, നമ്മുടെ പരിധിയിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് എല്ലാം ട്രൈ ചെയ്യുന്നത്. ഓക്കെ, സോ this is always a team approach.